ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മീൻ മുളകിടാൻ പോവാം കേട്ടോ. ഇതെന്താണെന്നറിയോ? ചെമ്പല്ലിയാണ് കേട്ടോ ഇത്. ഞാനപ്പം ഇന്ന് നല്ലോണം മുളകിട്ട കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിൻ്റെ തോലാണ് കേട്ടോ ഇത്. ഞാൻ തോലെടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ സോറി, ഈ വീഡിയോ എങ്ങനെയോ പോയി കയ്യിൽ നിന്ന് എടുത്തത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടിയാണ് കേട്ടോ. ഞാൻ എഴുതി കാണിക്കാം കേട്ടോ ഇതിൽ. അപ്പം എന്നതിൻ്റെ ശേഷം ആണ് തക്കാളി ഇട്ടത്. ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് എങ്ങനെയോ വിട്ടുപോയി. പിന്നെ അത് കിട്ടിയിട്ടില്ല. പിന്നെ വീണ്ടും എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളെല്ലാം കഴിഞ്ഞു പോയില്ലേ. എടുത്തതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പം അത് മാത്രമില്ല, ഓണായിട്ടുണ്ടാവില്ല. അപ്പം അതാണ് തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുളക് പൊടി ഇട്ട്. വേഗം തക്കാളി, ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തക്കാളി വേഗം വഴറ്റി കിട്ടാൻ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അല്ലെങ്കിലും ഞാൻ ഈ മുളകിട്ട കറി ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ കറി പലവിധം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇങ്ങനെയും ഉണ്ടാക്കും കറി. ഈ കറിയിൽ വെളിച്ചെണ്ണയിൽ തന്നെ മുളക് നല്ലോണം വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ടാണ് മീനിടാറുള്ളൂ, അല്ലെങ്കിൽ വെറുതെ മീനിടുന്നതല്ല. നോക്കിക്കോളൂ, മഞ്ഞൾപ്പൊടിയാണ്. അപ്പം അല്ലാതെ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ എല്ലാം ഇടും കേട്ടോ. ഇത് കാശ്മീരി ചില്ലി കേട്ടോ, ചുവപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിടും. എല്ലാം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണം വഴറ്റിയെടുക്കും ഞാൻ മുളക് പൊടി. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇടാം. ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഇട്ടത്. ഇനിയല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് പിന്നെയാണ് പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ. ഞാൻ നേരത്തെ എല്ലാം കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അതങ്ങനെ ചെയ്തത്. പുളിവെള്ളം ഒഴിച്ചു. പിന്നെ നല്ലോണം ഒന്ന് ഇങ്ങനെ കുഴക്കുകയല്ല, എന്താ പറയുക, ഒന്നിച്ചിങ്ങനെ കൂട്ടി ഇളക്കിയെടുത്തു. പിന്നെ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ വന്നത് കേട്ടോ. അതിൽ കുറച്ചും കൂടെ വേണ്ടിയിരുന്നു. പിന്നെ ഈ മീനിട്ട് അതിൽ കുറേ വെള്ളമൊന്നും വെച്ചിട്ടില്ല, വറ്റിച്ച് വെച്ചതാണ് മീൻ കറി. അപ്പം കുറച്ചൊരു എല്ലാം ഇങ്ങനെ മുങ്ങി നിൽക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ അത് കുഴപ്പമില്ലാതെ ചെയ്തു കേട്ടോ. അല്ലാതെ അധികം ഇങ്ങനെ ഈ കറിക്ക് ശരിക്കും നല്ലോണം ഇങ്ങനെ വെള്ളമില്ലാതെ വെക്കുന്നതാണ് നല്ലത്. മറ്റേത് മുളകിടുമ്പോൾ ചിലർ മറ്റേ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ആകുമ്പം ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത്. അപ്പം നല്ലോണം തന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ നല്ലോണം തന്നെ തിളയ്ക്കാൻ തന്നെ വെച്ചു കേട്ടോ. നല്ലോണം തിളച്ച് വരണം ഇത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിങ്ങനെ എടുത്തതാണ്. തിളച്ച് വന്നപ്പോൾ ഇതിങ്ങനെയായിരുന്നു. ഈ വെളിച്ചെണ്ണയൊക്കെ ശരിക്കും നല്ലോണം ഇങ്ങനെ പുറത്തേക്ക് ഊറി വരും കേട്ടോ. പക്ഷെ അത് ഇപ്പം ഞാൻ കുറച്ച് സമയം വെക്കണമായിരുന്നു. ഞാൻ അത് ഈ കറി ഉണ്ടാക്കി അപ്പം തന്നെ എടുത്തു. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ മേലെ നിൽക്കുമായിരുന്നു വെളിച്ചെണ്ണ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചതാണ്. മീൻ കറി, മാന്തക്കറി ഉണ്ടായിരുന്നു, തേങ്ങ അരച്ചിട്ട് വെച്ച്. അതപ്പോൾ വെറുതെ ഒന്ന് പൊരിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ വെച്ച് വേണ്ട, ഇങ്ങനെ ചെയ്യാമെന്ന്. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കപ്പയ്ക്കാണെങ്കിൽ പറയണ്ട, അതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിനാണെങ്കിൽ പറയണ്ട, ചൂട് ചോറും ഈ കറിയും. പിന്നെ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തു. കറിവേപ്പില ഇനി ഓഫ് ചെയ്തിട്ടും ഇട്ടാൽ മതി കേട്ടോ. കറിവേപ്പില ശരിക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഞാൻ കറിവേപ്പില അന്നേരം ഇട്ടു, ഓഫ് ചെയ്തു. നമ്മുടെ കറി ഇത് കണ്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വയ്ക്കാൻ ഫുള്ള് വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ടേസ്റ്റോ പറയണ്ട. എങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബായ്.